സംസ്ഥാനത്ത് ഇത് സമരങ്ങളുടെ കാലമാണ്. വഴി ഉണ്ടാക്കി കൊടുത്തത് സർക്കാർ തന്നെ. പരാതി പറയാൻ വരുന്നവരെയും സമരം ചെയ്യാൻ വരുന്നവരെയും തല്ലിക്കൂട്ടി അകത്തിട്ടാൽ ഇവിടെ ചോദിക്കാനും പറയാനുമൊക്കെ ആളുകളുണ്ട്. അതെ, യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്. തലസ്ഥാനത്ത് വലിയ ആരവത്തോടെയും ആവേശത്തോടും കൂടിയാണ് യൂത്തന്മാർ റോഡിലിറങ്ങിയത്. പതിവ് പോലെ റോഡിൽ കുളിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യത്തെ ആവേശം അടങ്ങിയതോടെ പോലീസ് പോലും സമരക്കാരെ തിരിഞ്ഞു നോക്കാതായതോടെ യൂത്തന്മാർ കഷ്ടപ്പാടിലായി. जा शादी बर्बाद हो गया बेचारा। ഇതേ സമയം ഇതേ വിഷയത്തിൽ കൊല്ലത്ത് മഹിളാരത്നം ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം അരങ്ങേറി. ചെന്നിത്തല ആശാൻ ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ പരിപാടിയിൽ നിരവധി മഹിളകളും സന്നിഹിതരായിരുന്നു. അവിടെ മുദ്രാവാക്യം ആർത്ത് വിളിച്ചു കൊടുത്ത ഒരു മഹിളയിലേക്കാണ് ഇനി ശ്രദ്ധ തിരിക്കുന്നത്. ആവേശം മൂത്ത് അവസാനം എല്ലാം പാളിയ കാഴ്ച.
മന്ത്രി ഫോണിൽ കൂടി പീഡിപ്പിച്ച് മന്ത്രി പവതു പടട ലഗാർ അനധരി ചജടു എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. മലയാളം അല്ലേ? അക്ഷരം മലയാളം തന്നെയാ. കിട്ടിയതൊക്കെ വായിച്ചു പഠിക്കുന്നു മാഷ് പറഞ്ഞു. വഴിന്ന് കിട്ടിയ പേപ്പറാ. ഓ, വായിച്ചു കുടുങ്ങിപ്പോയി. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല എന്ന് ഏതൊരു സിനിമയിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നല്ല പ്രായത്തിൽ എന്തെങ്കിലും പണിയെടുത്ത് വീട്ടിൽ തന്നെ കൂടിയാൽ പോരെ, എന്തിനീ അറിയാത്ത പണിക്ക് ഇറങ്ങിത്തിരിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എത്ര ആർത്ത് വിളിച്ചിട്ടും എത്ര റോഡിൽ കിടന്ന് ഉരുണ്ടിട്ടും കാര്യമില്ല. പോലീസ് തൽക്കാലം ഒന്നും ചെയ്യില്ല. കേട്ടില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന്. ഇനി കുറച്ച് ദിവസത്തേക്ക് അവർ നല്ല കുട്ടികളായിരിക്കുമെന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. മലപ്പുറത്തെ ഫലം വിലയിരുത്തി ഉഴവൂർ. തൽക്കാലം 10,000-ന്റെ വിജയം മാത്രം മതി. ആളുകളുടെ പൾസ് പിടികിട്ടിയതിനു ശേഷമാണ് ഞാൻ ഈ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോ നാട്ടിൽ നിന്നും ചിലർ ഇടതിലേക്ക് വരുമെന്നും ഉഴവും. ഒന്ന് കോ ചേർന്നതും ഒന്ന് കോ ചേർന്ന സ്ഥലത്തും മുൻതൂക്കമുള്ള പാർട്ടികൾ വരാൻ സാധ്യതയുണ്ട്. ഇനി നീ എങ്ങാനും മലപ്പുറത്തെ വോട്ട് റാഞ്ചാൻ തുഷാർ വെള്ളാപ്പള്ളിയും എത്തി. ഞങ്ങൾ മത്സരിക്കുന്നത് എന്തിനുണ്ട്? NDA മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. ആ ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഞങ്ങൾ പരിശ്രമിക്കും. NDA എന്ന് പറയുന്ന സാധനം ഉണ്ടോ? തിരിച്ചു കടിക്കാത്ത എന്തും കഴിക്കാമെന്ന നിലപാടിൽ തുഷാർ. സൂക്ഷിക്കണമെന്ന് BJPയോട് പിണറായി. ഞങ്ങൾ ഒരിക്കലും ബീഫ് വിൽക്കുന്നതിന് ഒരിക്കലും എതിരായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. നല്ല അറവശാലകൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഭാഗത്ത് ശ്രമം ഉണ്ടാകും. ഹലാലായ ഇറച്ചി കൊടുക്കും ഞാൻ ഇവിടെ. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഒരു പാക്കറ്റ് എത്ര പാക്കറ്റ് ബീഫ് കൊടുത്താലും ഇവിടെ കുഴപ്പമില്ല. പക്ഷേ ഇതുവരെ രാജസ്ഥാനിലേക്ക് പോയി കളയരുത് കേട്ടാ, പിന്നെ തടി കിട്ടില്ല. തിരുവനന്തപുരത്ത് യൂത്തന്മാരുടെ കഷ്ടപ്പാട് സമരം. മുദ്രാവാക്യത്തിലൂടെ ജനങ്ങളെ കയ്യിലെടുത്ത് കൊല്ലത്ത് മഹിളാ സമരവും. കിട്ടിയതൊക്കെ വായിച്ചു പഠിക്കുന്നു മാഷ് പറഞ്ഞു. വഴിന്ന് കിട്ടിയ പേപ്പറാ. ഓ, വായിച്ചു കുടുങ്ങിപ്പോയി. ഇന്നത്തെ ഡെമോക്രസിയുടെ സമയം അവസാനിക്കുകയാണ്. വീണ്ടും കാണുവരെ നന്ദി, നല്ല നമസ്കാരം.